ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. നിലമ്പൂരിൽ BDJS മത്സരിക്കും. നിലമ്പൂർ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്ട് സ്ഥാനാർത്ഥിയായേക്കും. 2016 നിലമ്പൂർ മണ്ഡലത്തിൽ 12,284 വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥിയാണ് ഗിരീഷ് മേക്കാട്ട്. SNDP നിലമ്പൂർ യൂണിയൻ സെക്രട്ടറിയുമാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് നേരിടാൻ BDJS സജ്ജമെന്ന് ഗിരീഷ് മേക്കാട്ട് വ്യക്തമാക്കി. BDJS സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. NDA സംസ്ഥാന നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രചരണത്തിനെത്തും. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഗിരീഷ് മേക്കാട്ട് പറഞ്ഞു. നിലമ്പൂരിൽ NDA ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും ഗിരീഷ് മേക്കാട്ട് പറഞ്ഞു. NDA തീർച്ചയായിട്ടും നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്നുള്ള പ്രചരണമൊന്നും ശരിയല്ല. NDAയുടെ ഭാഗമായി BDJS തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 2016 മത്സരിക്കുകയും ഒരു ശക്തമായ നല്ലൊരു വോട്ടുകൾ നേടുകയും ചെയ്ത താങ്കൾ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി സൂചന കേൾക്കി. അല്ല, അങ്ങനെ ഒരു ധാരണ BDJSന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് ഒന്നിലധികം ആളുകളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. BDJSന്റെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് ഇന്ന് ലാസ്റ്റ് ഒരു തീരുമാനമെടുക്കും. NDAയുടെ ചെയർമാൻ ഇന്ന് രാത്രി സ്ഥലത്തെത്തി നാളെ രാവിലെ കൂടി അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവും. എന്താണ് നിലമ്പൂർ മണ്ഡലത്തിൽ കാണുന്ന പ്രതീക്ഷ? NDA നിലമ്പൂർ നിയോജക മണ്ഡലത്തിനെ ഇപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റാറ്റസിൽ നിന്ന് മാറ്റി NDAക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിലുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകളൊക്കെ പൂർത്തീകരിച്ച് അതിശക്തമായി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. BDJSനെ സംബന്ധിച്ചും അതിശക്തമായ പിന്തുണയുള്ള അല്ലെങ്കിൽ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. അപ്പോൾ സംഘടനാപരമായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊണ്ട് തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയൊരു മുന്നേറ്റം BJP സ്ഥാനാർത്ഥികൾ വയനാട് മണ്ഡലത്തിലുണ്ടാക്കിയും അതിൻ്റെ ഒരു നല്ലൊരു പ്രതിഫലനം നിലമ്പൂർ മണ്ഡലത്തിൽ കണ്ടു. ഇപ്പോഴത്തെ ആ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് നല്ലത്. അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകണമെന്നാണ് NDA പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തണമെന്ന് NDAയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.